ഈശ്വർ മാൽപേ രണ്ടാമത്തെ ഡൈവിങ്ങും പൂർത്തീകരിച്ച് മുകളിൽ വന്നിരുന്നു. പിന്നീട് അധികം ഇടവേളകൾ എടുക്കാതെ വീണ്ടും ഇപ്പോൾ മൂന്നാമത്തെ ഡൈവിംഗ് ആണ് ഈശ്വർ മാൽപേ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മൂന്നാമത്തെ ഡൈവിങ്ങിലാണ് അദ്ദേഹം ഉള്ളത്. രണ്ടാമത്തെ ഡൈവിങ്ങിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ അടുത്ത ഡൈവിങ്ങിലേക്ക് ഈശ്വർ മാൽപേ നീങ്ങിയിരിക്കുകയാണ്. ഈശ്വർ മാൽപേയുടെ സംഘത്തിലുള്ള രണ്ടാമത്തെ മുങ്ങൽ വിദഗ്ധൻ ഒരു ഡൈവിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഈശ്വർ മാൽപേ ഈ മൂന്നാമത്തെ ഡൈവിംഗ് അധിക സമയം നീണ്ടു നിന്നില്ല. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ആ ഡൈവിംഗ് പൂർത്തിയാക്കി ഇപ്പോൾ പൊങ്ങിയിരിക്കുകയാണ്. ഏതായാലും ഒരു ഇടവേളകളില്ലാത്ത ഒരു അക്ഷീണമായ ഒരു രക്ഷാ ദൗത്യം തന്നെയാണ് ഈശ്വർ മാൽപേ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായി തന്നെ ഗംഗാവാലിയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടുകൊണ്ട് ഈ അർജുൻ്റെ ട്രക്കിനെയും അർജുനെയും ഒപ്പം തന്നെ കാണാതായ മറ്റു വാഹനങ്ങളും എല്ലാം കണ്ടെത്താനുള്ള ഒരു തിരച്ചിലിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ ഉള്ളത്. ഈശ്വർ മാൽപേ സംഘത്തിലെ 2 പേർ, ഈശ്വർ മാൽപേയും ഒപ്പം തന്നെ മറ്റൊരു മുങ്ങൽ വിദഗ്ധനും സ്കൂബ ഡൈവറും കൂടിയാണ് ഗംഗാവാലിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഈ മുങ്ങൽ പരിശോധന ഈ പരമാവധി ഈ സമയത്ത് അനുകൂലമായ കാലാവസ്ഥയും സാഹചര്യങ്ങളും ഉള്ള സമയത്ത് പൂർത്തീകരിക്കുകയാണ്. നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. വൈകുന്നേരമായി കഴിഞ്ഞാൽ തിരച്ചിലിന് വേഗത കുറയും. കാരണം നദിയിലെ വിസിബിലിറ്റി കുറയും. അതുകൊണ്ടാണ് ഇന്നലെ വളരെ 5 മണിയോടുകൂടി ഇത് നിർത്തേണ്ടി വന്നിട്ടുണ്ട്. വെയിൽ കുറഞ്ഞാൽ, പ്രകാശം കുറഞ്ഞാൽ ഈ ഗംഗാവാലി നദിയുടെ ആഴങ്ങളിലുള്ള വിസിബിലിറ്റി കൂടി കുറയും. ഇപ്പോഴാണെങ്കിൽ നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് കൂടുതൽ കാഴ്ച വെള്ളത്തിൽ ലഭിക്കുന്നുണ്ട് എന്ന് ഈശ്വർ മാൽപേ പറയുന്നു. അതുകൊണ്ട് പരമാവധി സ്ഥലങ്ങളിൽ ഈ സ്പോട്ട് ചെയ്തിട്ടുള്ള സംശയമുള്ള ഭാഗങ്ങളിലെല്ലാമുള്ള തിരച്ചിൽ ഉച്ചയ്ക്ക് മുൻപ് തന്നെ പൂർത്തീകരിക്കാനുള്ള ഒരു ശ്രമമാണ് ഈശ്വർ മാൽപേ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഉച്ചയ്ക്ക് ശേഷവും തിരച്ചിൽ അവസാനിപ്പിക്കില്ല. ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ പേർ ഈ സംഘത്തിലേക്ക് എത്തും എന്നാണ് ഈശ്വർ മാൽപേ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ 3 ഡൈവിംഗ് ആണ് ഈശ്വർ മാൽപേ പൂർത്തിയാക്കിയത്. അതിൽ ആദ്യ ഡൈവിങ്ങിലാണ് ഈ ഒരു ലോഹഭാഗം, വാഹനത്തിൻ്റെ ലോഹഭാഗം കണ്ടെത്തിയത്. അത് ഈ ട്രക്കിൻ്റേതല്ല എന്നുള്ളത് ലോറി ഉടമ മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും അടുത്ത ഡൈവിങ്ങിനുള്ള തയ്യാറെടുപ്പിലാണ് ഈശ്വർ മാൽപേയും സംഘവും ഉള്ളത്. അതോടൊപ്പം തന്നെ ഇവർക്കരികിലേക്ക് ഇപ്പോൾ ഈ SDRFൻ്റെ ഒരു ബോട്ട് കൂടി എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ബോട്ടിലേക്ക് കയറി അല്പം കൂടി നദിയുടെ മധ്യഭാഗത്തേക്ക് ഡൈവിംഗ് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷേ ഇപ്പോൾ ഈശ്വർ മാൽപേയുടെ സംഘത്തിലുള്ള ഒരു മുങ്ങൽ വിദഗ്ധൻ രണ്ടാമൻ ഇപ്പോൾ ആ ബോട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്തേക്ക് ഡൈവിംഗ് നടത്താനുള്ള ശ്രമമാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ SDRFൻ്റെ ഈ ബോട്ടിൽ കയറിക്കൊണ്ട് ഡൈവിങ്ങിന് ഈ മറ്റൊരു ഭാഗത്തേക്ക് കൂടി തിരച്ചിൽ വ്യാപിപ്പിക്കാനുള്ള ശ്രമമാണ്. അല്പം കൂടി നദിയിലേക്ക് ഇറങ്ങി, നേരത്തെ കരഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്താണ് ഇപ്പോൾ ഈ ഡൈവിംഗ്, ഇതുവരെയുള്ള ഡൈവിംഗ് നടത്തിയത്. അടുത്ത ഘട്ടത്തിൽ അല്പം കൂടി മാറിയുള്ള സ്ഥലത്തേക്ക് ഡൈവിംഗ് നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈശ്വർ മാൽപേയും ആ ബോട്ടിലേക്ക് കയറുകയാണ്. 2 മുങ്ങൽ വിദഗ്ധരും ഇപ്പോൾ SDRFൻ്റെ ബോട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഈ 2 മത്സ്യബന്ധന ബോട്ടുകൾ, മാൽപേ സംഘത്തിൻ്റെ 2 മത്സ്യബന്ധന ബോട്ടുകൾ താഴേക്ക് സുരക്ഷ ഉറപ്പിച്ചുകൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ SDRFൻ്റെ ബോട്ടുകളിൽ കയറി ഈശ്വർ മാൽപേയും ഒപ്പമുള്ള ഒരു സഹപ്രവർത്തകനും 2 മുങ്ങൽ വിദഗ്ധർ അവരിപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ മെറ്റൽ സിഗ്നലെല്ലാം ലഭിച്ച ഭാഗമെന്ന് പറയുന്നത് ഈ പറയുന്ന കരയ്ക്കും ഈ നദിയിൽ അടിഞ്ഞുകൂടിയ മൺകൂനയ്ക്കും മധ്യഭാഗത്തായുള്ള സ്ഥലത്താണ്. ഒരുപക്ഷെ ആ ഭാഗത്ത് തിരച്ചിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഈശ്വർ മാൽപേ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ജാക്കി കണ്ടെത്തിയ ഭാഗം, ഹൈഡ്രോളിക് ജാക്കി കണ്ടെത്തിയ ആ ഒരു ഭാഗം, ആ ഭാഗത്തോട് ചേർന്നുള്ള സ്ഥലത്തേക്ക് തിരച്ചിലിനായി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കരയിൽ നിന്നും ഇപ്പോൾ SDRFൻ്റെ ബോട്ടിൽ ഈശ്വർ മാൽപേയും സഹപ്രവർത്തകൻ മറ്റൊരു മുങ്ങൽ വിദഗ്ധനും ഒപ്പം തന്നെ SDRFൻ്റെ ദൗത്യ സംഘത്തിലുള്ളവരും ചേർന്നുകൊണ്ട് മറ്റൊരു ഭാഗത്തേക്ക് ഇപ്പോൾ പോവുകയാണ്.